കേരള ബുക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്ലൈസ് ഏർപ്പെടുത്തിയ മൂന്നാമത് പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സാഹിത്യ പുരസ്കാരങ്ങൾ കോഴിക്കോട്ട് സമ്മാനിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം.വി. ശ്രേയാംസ് കുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ബുക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്ലയേഴ്സ് ഏർപ്പെടുത്തിയ മൂന്നാമത് പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സാഹിത്യ പുരസ്കാരങ്ങളാണ് കോഴിക്കോട് വിതരണം ചെയ്തത്. നോവലിനുള്ള പുരസ്കാരം ഡോക്ടർ C.K. ഷാജിബും, കവിതയ്ക്കുള്ള പുരസ്കാരം N.S. മേരി കൊട്ടുപള്ളിലും, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൈപ്പട്ടൂർ തങ്കച്ചനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ M.V. ശ്രേയാംസ് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങി. മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വലിയൊരു അറിവിന്റെ നിറകുടമായിരുന്നിരിക്കണം അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം 25,000-ഓളം പുസ്തകം അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ 25,000 പുസ്തകം വെക്കാൻ എത്ര അളമാര വേണമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്, എത്ര സ്ഥലം വേണമെന്നും. കാരണം അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഞാൻ ജീവിക്കൊണ്ട് എനിക്കതിന്റെ ബുദ്ധിമുട്ടറിയാം. ഈ അളമാര പുസ്തകവും സ്ഥലവും കണ്ടുപിടിക്കണമെങ്കിൽ വെറുതെ ഒരാൾ പുസ്തകം വാങ്ങില്ലല്ലോ. അപ്പോ അദ്ദേഹം M.Ed എഡ്യൂക്കേഷനിൽ അദ്ദേഹം താല്പര്യമുള്ളതുകൊണ്ടും ജോലി സാധ്യതയും അതൊക്കെ അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ദർശനം സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ കൈരളി വേദി ഹാളിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ V.R. സുധീഷ് അധ്യക്ഷനായി. ശില്പം രൂപകൽപ്പന ചെയ്ത ആർട്ടിസ്റ്റ് ഗുരുകുലം ബാബുവിനെ ചടങ്ങിൽ ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം T.K. പ്രേമലത, A. ഗോകുലേന്ദ്രൻ, T.K. സുനിൽകുമാർ, സതീശൻ കൊല്ലറയ്ക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പുരസ്കാര ജേതാക്കൾ മറുമൊഴി നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut.